വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ആക്ച്വലി ഇന്നത്തെ ദിവസം നമ്മൾ കേൾക്കേണ്ട വാർത്ത അതല്ലായിരുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ കേൾക്കേണ്ടത് ഒരു വൻ ദുരന്തത്തിന്റെ വാർത്തയാണ്. ഇപ്പൊ അഹമ്മദാബാദിലുണ്ടായ ഒരു ഫ്ലൈറ്റ് ദുരന്തത്തിന്റെ വാർത്ത നമ്മൾ കേട്ടു. അതിന്റെ പേരിൽ രാജ്യത്ത് 1-2 ആഴ്ച ദുഃഖാചരണം ഉണ്ടായിരുന്നു. അതിന്റെ പേരിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അന്വേഷണ സമിതി രൂപീകരിച്ചു. അതിനുശേഷം പാർലമെന്റ് അതിൽ ദുഃഖാചരണം രേഖപ്പെടുത്തി. വലിയൊരു ദുരന്തത്തിന്റെ ഒരു അന്തരീക്ഷമായിരുന്നു ആ സമയത്ത് രാജ്യം മുഴുവൻ ഉണ്ടായിരുന്നത്. അപ്പൊ സമാനമായിട്ടുള്ള ഒരു ദുരന്തത്തിന്റെ ഒരു വാർത്ത കേട്ടുകൊണ്ടായിരിക്കണം നമ്മുടെ രാജ്യം ഇന്ന് ഉണരേണ്ടിയിരുന്നത്. പക്ഷേ അത് അങ്ങനെ എങ്ങനെ അങ്ങ് പോയി എന്നുള്ളതാണ്. പക്ഷേ നമുക്കിതിന്റെ ഒരു സർക്കംസ്റ്റാൻസ് നമുക്ക് അംഗീകരിക്കാനും പറ്റില്ല, നമുക്കത് ചർച്ച ചെയ്യാതിരിക്കാനും പറ്റില്ല എന്നുള്ളതാണ്. ഈ കോലാലംപൂരിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് കൊച്ചിയിലേക്ക് വരികയാണ്. ബട്ടിക് എയർ ഫ്ലൈറ്റ് 0D231 എന്നാണ് ഇതിന്റെ പേര്. കോലാലംപൂർ ടു കൊച്ചി. കോലാലംപൂർ എന്ന് പറയുമ്പോൾ മലേഷ്യ. അവിടെ നിന്ന് കൊച്ചിയിലേക്ക് വരികയാണ്. ഈ ഫ്ലൈറ്റ് ഇറങ്ങാൻ ഒരു അരമണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ അതിനകത്തുള്ള ഒരു യാത്രികൻ, ഞാൻ മലയാളിയാണെന്നാണ് മനസ്സിലാക്കുന്നത്, അയാൾ മലയാളിയാണെന്നാണ് മനസ്സിലാക്കുന്നത്, യാത്രികൻ അതിന്റെ എമർജൻസി എക്സിറ്റ് ഡോറിന്റെ അകത്തെ പാളി ചവിട്ടി പൊളിക്കുകയാണ്. എമർജൻസി എക്സിറ്റ് ഡോറിന്റെ പാളി ചവിട്ടി പൊളിക്കുകയാണ്. ആ സമയം രാത്രി 11:30. വിമാനം ഏകദേശം 25,000 അടി മുകളിൽ നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. അത് വളരെ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ചില്ലുകൾ ഇയാൾ ചവിട്ടുന്ന ആ ഒരു ശബ്ദം കേട്ടിട്ട് യാത്രികരൊക്കെ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നു. അവർ ബഹളം വയ്ക്കുന്നു. അതിലെ ക്രൂ വരുന്നു, മറ്റു മെമ്പേഴ്സ് വരുന്നു, യാത്രികർ വരുന്നു, ഇയാളെ കീഴ്പ്പെടുത്തുന്നു. ഇയാളെ കീഴ്പ്പെടുത്തിയ ശേഷം ഇയാളൊന്നും പ്രതികരിക്കുന്നില്ല. ഇയാളൊന്നും പ്രതികരിക്കുക ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഇതുവരെ ഇയാളെ സംബന്ധിച്ചൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു കൂസലും ഇല്ലാതെ ഇയാളെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നു. വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോ ഇതെന്തുകൊണ്ട് സംഭവിച്ചു? അതായത് ഈ പറക്കുന്ന വിമാനത്തിലേക്ക് അന്തരീക്ഷത്തിന്റെ പ്രഷർ ഇടിച്ചു കയറി വിമാനം ഒരു തീഗോളമായി മാറും. നമുക്കറിയാം, വിമാനത്തെ സംബന്ധിച്ചിടത്തോളം വിമാനം പറന്നു പോകുമ്പോൾ അതിനകത്ത് ഒരു പക്ഷി വന്ന് ഇടിച്ചാൽ പോലും ആ വിമാനം ഉടനെ അടിയന്തരമായിട്ട് താഴെ ഇറക്കും. അതാണ് വിമാനത്തിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ആ പക്ഷി വന്ന് ഇടിക്കുമ്പോൾ വിമാനം താഴെ ഇറക്കുന്ന ആ ഒരു വിമാനത്തിനകത്തുള്ള ഒരാള് വിമാനത്തിന്റെ എമർജൻസി എക്സിറ്റ് ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുണ്ടാകാവുന്ന ഒരു കേടുപാടും അല്ലെങ്കിൽ ആഘാതവും എത്രയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇപ്പോ FCRA ബില്ല് പാസ്സാക്കാനായിട്ട് പോവുകയാണ്. ആ പാസ്സാക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് പല പല പ്രതിബന്ധങ്ങൾ നമ്മുടെ രാജ്യത്ത് വരുന്നുണ്ട്. CJP പ്രൊട്ടസ്റ്റ് വരുന്നു, അമേരിക്ക വലിയ ഇതുമായിട്ട് വരുന്നു. ഇപ്പൊ ദാണ്ടെ സുവേന്ദു അധികാരി കോളാമ്പി എടുത്ത് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മുസ്ലിം സംഘടനകൾ മുഴുവൻ ഡൽഹിയിലോട്ട് കെട്ടിയെടുക്കുകയാണ് പ്രതിഷേധിക്കാനെന്ന് പറഞ്ഞുകൊണ്ട്. അതിന്റെ ഇടയിൽ കുറെ കർഷകർ വീണ്ടും പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഈ നിയമം പാസ്സാക്കാൻ സമ്മതിക്കില്ല. ഇത് ഇന്ന് യാദൃച്ഛികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. യാദൃച്ഛികം എന്ന് പറഞ്ഞാൽ അപ്പം നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു കൂട്ടം സംഭവ വികാസങ്ങൾ പല സ്ഥലത്തായിട്ട് വന്നിട്ട് പാർലമെന്റ് തടസ്സപ്പെടുത്താൻ അതൊക്കെ ശ്രമിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അതായത് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിച്ച് ഒരു ഡീപ് സ്റ്റേറ്റ് സർക്കാർ കൊണ്ടുവരാൻ പല ആൾക്കാർ ശ്രമിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു ശ്രമമാണ് ഇതെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് അങ്ങനെ വിലയിരുത്താനായിട്ട് സാധിക്കുമോ? ഇതിന്റെ ഒരു ഗ്രാവിറ്റി നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്കിപ്പോ ഇത് വളരെ കൂളായിട്ട് ഇന്ന് ചർച്ച ചെയ്യാൻ സാധിക്കും. പക്ഷെ ആ അപകടം നടന്നിരുന്നെങ്കിലും, ആ അപകടം നടന്നിരുന്നെങ്കിൽ 25,000 അടി മുകളിൽ നിന്നുള്ള ഒരു ഫ്ലൈറ്റ് താഴേക്ക് പതിക്കുമ്പോൾ അതിനകത്തുള്ള ആൾക്കാരെല്ലാം മരണപ്പെടും. പിന്നെയുള്ള ചർച്ച ഈ ഫ്ലൈറ്റ് എങ്ങനെ താഴോട്ട് പതിച്ചു എന്നുള്ളതാണ്. പിന്നെ അതിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ ശ്രമിക്കണം. ഈ കഥയൊന്നും നമ്മൾ അറിയില്ല. ഇതിനകത്ത് നിന്ന് ഇയാൾ അത് ചവിട്ടി പൊളിക്കാൻ ശ്രമിച്ചതും ആ കഥ അറിയുന്ന അതിന്റെ ക്യാബിൻ ക്രൂവും അതിലെ പാസഞ്ചേഴ്സും എല്ലാം ആ സമയം ഒരു തീഗോളമായി മരണമടഞ്ഞിരിക്കും. നമ്മുടെ രാജ്യം വലിയ ദുഃഖാചരണത്തിലേക്ക് പോകും. ഒരുപക്ഷെ പാർലമെന്റ് സെഷൻ പോലും നിർത്തിവെച്ചേനെ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്താണ് ഈ കാര്യത്തിൽ തോന്നുന്നത്? ഇതൊരു അട്ടിമറിയുടെ ഗൂഢാലോചനയായിരുന്നു. ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു ചർച്ചയ്ക്ക് വിഷയമാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ രാജ്യത്ത് ഒരു വിമാനത്തിൽ ധനുഷ് നേരത്തെ പറഞ്ഞ ഒരു പക്ഷി വന്ന് ഇടിച്ചാൽ പോലും നമ്മുടെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യാറുണ്ട്. പിന്നെ ഒരു വലിയ വിഭാഗം ആൾക്കാർ മോദി രാജിവെക്കണം, ഇതെന്തൊരു ഇതാണ് എന്ന് പറഞ്ഞ് വലിയ കോലാഹലം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇതൊരു വാർത്തയായിട്ട് പലതിലും വന്നുവെങ്കിൽ തന്നെയും ഇതിന്റെ വിശകലനവുമായിട്ട് സാധാരണ വരാറുള്ള വൈമാനിക വൈദഗ്ധ്യമുള്ളവരൊന്നും തന്നെ ഈ ഇതിനകത്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ആരും ഇട്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, വിമാനത്തിന് എന്തെങ്കിലും, അതായത് യാത്രാ വിമാനം അല്പം വൈകിയപ്പോലും ഉറഞ്ഞു തുള്ളുന്ന സുഡാപ്പിയും സംഘങ്ങളും ഈ ഒരു കാര്യത്തിൽ കണ്ടതേയില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായെന്ന് തന്നെ നമ്മൾ കരുതുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ അക്രമം നടത്തിയ വ്യക്തിയുടെ പേര്
എന്താണ് ജംഷീർ എന്നാണ്. ഈ ചേട്ടൻ പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത്, ഞാൻ മനഃപൂർവ്വം പറയാത്തതാണ്, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പേര് പറയാത്തത്. ഇപ്പൊ ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പാസഞ്ചർ അറസ്റ്റഡ് ഫോർ അറ്റംപ്റ്റിംഗ് ടു ഓപ്പൺ എമർജൻസി എക്സിറ്റ് ഓൺ കൊച്ചി ബൗണ്ട് ഫ്ലൈറ്റ് ഫ്രം കോലാലംപൂർ. ദ പാസഞ്ചർ ഐഡന്റിഫൈഡ് ആസ് ജംഷീർ അത്താണിക്കൽ ഓഫ് കൂറ്റനാട് ഇൻ കേരള. കൂറ്റനാടുള്ള ജംഷീർ അത്താണിക്കൽ എന്ന് പറയുന്ന ഒരു യാത്രികനാണ് ഈ ആക്രമണം അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അത് ചവിട്ടി പൊളിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്തുകൊണ്ട് നമ്മൾ ഇത് ചർച്ചയ്ക്ക് എടുത്തെന്ന് വെച്ചാൽ നമ്മളല്ലാതെ വേറെ ആരും ഇത് പറയില്ല. കാരണം സാധാരണഗതിയിൽ വിമാനം അവരുടെ സമയം തെറ്റിയാലോ ഇല്ലെങ്കിൽ വിമാനത്തിന് എന്തെങ്കിലും കംപ്ലൈന്റുകൾ വന്നാലോ ഘോര മുഖപത്രം എഴുതും, വലിയ ചർച്ചകൾ സംഘടിപ്പിക്കും, കുറെ വിദഗ്ധന്മാർ വരും, വിമാന വിദഗ്ധന്മാർ വരും, അവരുടെ ഒരു അനാലിസിസ് കാണും. പിന്നെ ഉടൻ തന്നെ മോദി രാജിവെക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം മുറവിളിയുമായെത്തുന്ന സുഡാപ്പികളും ടീമുംസാണ്. പക്ഷെ ഇവിടെ അവരെ നമ്മൾ കണ്ടിട്ടേയില്ല. ഇതാണ് ആ പുള്ളി എന്ന് പറയുന്നത്. ദേശാഭിമാനി അയാളുടെ ഒരു വേർഷൻ കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് പ്രത്യേകിച്ച് വേർഷൻ ഒന്നുമില്ല. അയാൾ പറയുന്നത് എന്താ അറിയോ? അങ്ങനെ എനിക്കിരുന്നപ്പോ എല്ലാവരെയും കൂടെ കൂട്ടി എനിക്ക് മരിക്കാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ വാതിൽ ചവിട്ടി തുറന്നത്. എന്തൊരു വിചിത്രമായിട്ടുള്ള ന്യായമാണ് അത്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അങ്ങനെ എനിക്ക് ഇരുന്നപ്പോ എനിക്ക് എല്ലാവരെയും കൂടെ കൂട്ടി മരിക്കാൻ തോന്നി. ഇതെന്തൊരു ന്യായമാണ് ചേട്ടാ? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇത് പുതിയ ന്യായമല്ല ധനുഷ. ഇത് യൂറോപ്പില് പലപ്പോഴും ഈ അക്രമം നടത്തുന്ന ഈ തീവ്രവാദികളുണ്ട്, ഇതേപോലെ ഒറ്റപ്പെട്ട സംഭവം നടന്ന അക്രമകാരികൾ. ഈ അമേരിക്കയിലായാലും UK-യിലായാലും മറ്റുമൊക്കെ നടത്തുന്നവരെ പിടികൂടുമ്പോൾ അവർ ആദ്യം പറയുന്നത് എനിക്ക് ചുമ്മാതിരുന്നപ്പോൾ കൊല്ലാൻ തോന്നിയെന്നാണ്. പക്ഷെ പിന്നീട് ഇവരുടെ അന്വേഷണം ചെല്ലുമ്പോൾ എന്താണ്, ഇവര് ഏതെങ്കിലും ഒരു ടെറർ മൊഡ്യൂളിന്റെ ഭാഗമായിരിക്കും. സാധാരണ നമ്മളിപ്പോ ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചു, ആരാണ്? അത് വലിയ കമ്മ്യൂണിസ്റ്റിന്റെ ചിന്താഗതിയുള്ള ഒരു പയ്യനാണ് എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്താണ് നിങ്ങളുടെ ഒരു ചേതോവികാരം എന്തായിരുന്നു ഇങ്ങനെ ഒരു കൊലപാതകം നടത്താനായിട്ട്, ഇങ്ങനെ ആളുകളെ കൊല്ലണമെന്ന്? അതെനിക്ക് ചുമ്മാ ഇരുന്നപ്പോൾ തോന്നി, ആളുകളെയൊക്കെ കൊല്ലാം, ഒരു രസമല്ലേ എന്ന് തോന്നി. അപ്പൊ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ എഴുതി മാനസിക രോഗമുള്ള ആളാണെന്ന് എഴുതി. പക്ഷെ അന്വേഷണം ചെന്ന് നിന്നപ്പോഴെന്തായി? കഥ മാറിയില്ലേ? ഇത് ട്രെൻഡാണ്. പറയൂ. ഇയാൾക്ക് നിലവിൽ മാനസിക പ്രശ്നമൊന്നുമില്ല. സിറാജ് ലൈവിന്റെ റിപ്പോർട്ട് എന്റെ കയ്യിലിരിപ്പുണ്ട്. ഇയാള് കോടതിയിൽ കോടതിയിൽ എത്തിച്ചപ്പോൾ ഇയാൾ സെയിം പരാക്രമം ആ കോടതിയിലും കാണിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സിറാജ് പറയുന്നത് ഇയാള് ജാമ്യാപേക്ഷയുടെ പേപ്പർ ബലമായി വലിച്ചു കീറി ജഡ്ജിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. പോലീസ് ചാടിയിറങ്ങി ഇയാളെ പിടിച്ചു മാറ്റി സൈഡിലോട്ട് ചേർത്ത് നിർത്തി. എന്നിട്ട് പോലീസാണ് പറയുന്നത് യുവാവിന് പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ഗുരുതരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല, അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ തുടരാം എന്നാണ് പോലീസ് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് വളരെയധികം ഒരു ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. സിറാജിന് പോലും അത് സ്ഥാപിക്കാൻ പറ്റുന്നില്ല മാനസിക രോഗിയാണെന്ന്. സ്ഥാപിക്കാൻ പറ്റില്ല. കാരണം സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ്. ഇന്നലെ തന്നെ ഈ വ്യക്തി വിമാനത്തിന്റെ ഈ എക്സിറ്റ് വിൻഡോ ചവിട്ടി പൊളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റാഗ്രാമിലടക്കം അവൈലബിൾ ആണ്, എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പം കാരണം ഈ സമയത്ത് ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം, ഇന്ത്യ അസ്ഥിരപ്പെടണമെന്ന് ആരൊക്കെയോ കരുതുന്നു, ഡീപ് സ്റ്റേറ്റ് കരുതുന്നു. ആ ഡീപ് സ്റ്റേറ്റിനൊപ്പം തന്നെ 0.5 എന്ന് പറയുന്ന ഇന്ത്യയുടെ ശത്രുക്കൾ കൂടി അണിനിരക്കുന്ന ഒരു കാഴ്ച. പ്രധാനപ്പെട്ട FCRA ബില്ല് വരുന്നു. ഒപ്പം തന്നെ ഈ രാജ്യത്ത് ഒരു കുഴപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കേണ്ടത് അമേരിക്ക കണക്കുള്ള രാജ്യങ്ങളുടെ പ്രധാന ആവശ്യമാണ്. ഡീപ് സ്റ്റേറ്റ് വളരെ കാലമായി പണിപ്പെട്ടിട്ട് മോദിയെ താഴെ ഇറക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടൊരു ശ്രമമാണ്. അപ്പൊ ഹിന്ദുക്കൾക്കിടയിൽ ഒരു വിഭജനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് അത് വലിയ പാടാണ്. പണ്ട് ഈസി ആയിട്ട് നടന്നിരുന്ന കാര്യം ഇപ്പൊ അങ്ങനെ ജാതിയും മതവും പറഞ്ഞ് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോഴാണ് പാർട്ടാ സമരം വരുന്നു, കർഷക സമരം വരുന്നു. ഇതുവരെ നാം കാണാത്ത ഈ പള്ളിയിലച്ചന്മാരെല്ലാം സമരമുഖത്തേക്ക് എത്തുന്നു. അവർ ആഹ്വാനം ചെയ്യുന്നു, എല്ലാ ക്രിസ്ത്യൻ സഹോദരന്മാരും ഇതിൽ പങ്കെടുക്കണമെന്ന് പറയുന്നു. ഇന്നലെ അമിത്ഷാ ഒരു ചർച്ച വിളിച്ചിരുന്നു. അവിടുത്തെ എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവരുമായി ഒരു ചർച്ച വിളിച്ചിരുന്നു. സ്വാഭാവികമായി ഒരു ബില്ല് വരുമ്പോൾ അവരുടെ ആശങ്ക പരിഹരിക്കുന്നതിന്റെ ഭാഗം. അതിനകത്ത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെത്തുന്നു, ബിഷപ്പുമാരെത്തുന്നു, പലരും എത്തുന്നു. എന്നിട്ടും ഇവർ പറയുന്നത് ഈ നിയമം വേണ്ട, അതായത് അവരുടെ സൗകര്യത്തിന് നിയമം വേണം, ആ നിയമം ഇത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു വലിയ യുദ്ധം. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, അവസാന പോരാട്ടത്തിനായി 0.5 പുറത്തിറങ്ങും. ആ 0.5 പുറത്തിറങ്ങിയിരിക്കുന്നു. ആ 0.5ന്റെ ഭാഗമായിട്ട് വേണം നമ്മൾ ഇതിനെയും കൂടെ കാണാനായിട്ട്. കാരണം നമ്മുടെ ഇന്ത്യൻ ഇപ്പോൾ പാർട്ടാ സമരം വിജയിച്ചു എന്ന് വെച്ചാൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായിരുന്നു എങ്കിൽ അവരുടെ ലക്ഷ്യമെങ്കിൽ അത് വിജയിച്ചു എന്ന് പറയാം. പക്ഷെ അത് പൂർണ്ണരീതിയിൽ എത്തിയില്ല. അവർ ഉദ്ദേശിച്ച രീതിയിൽ ഒരു കലാപം ഉണ്ടാകുകയോ ഒരു രാജ്യത്തെ പാർലമെന്റിന് തീയിടുകയോ ഇല്ലെങ്കിൽ എന്താണ് പറയുന്നത്, രാജ്യം പൊട്ടിത്തെറിക്കുകയോ അങ്ങനെ വലിയൊരു വാർത്തയൊന്നും കിട്ടിയില്ല. അത് തീർന്നു, അവിടെ കൊണ്ട് ചീറ്റി.
അവസാനം പട്ടിണി കൊണ്ട് ചാകുമെന്ന ഗതി വന്നപ്പോൾ വാങ്ചുക്ക് തന്നെ നിരാഹാരം നിർത്തുന്ന സ്ഥിതിയും വന്നു. അങ്ങനെ മൊത്തത്തിൽ നാറി നിൽക്കുന്ന ഒരു സാഹചര്യം. അതിനിടയ്ക്കാണ് കർഷക സമരം വന്നപ്പോൾ തന്നെ ഈ കാർഷിക മന്ത്രി, കേന്ദ്ര കാർഷിക മന്ത്രി കർഷകരോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? അത് അമേരിക്കയുമായിട്ടുള്ള കരാർ കൃതിയാണ്, കരാർ ഒപ്പിട്ടിട്ടില്ലല്ലോ, ഒപ്പിടുമ്പോൾ ആലോചിച്ചാൽ പോരെ എന്ന് പറഞ്ഞു. അവരുടെ ചില ഡിമാൻഡുകൾ അംഗീകരിച്ചു. ശംഭു അതിർത്തിയിൽ നിന്ന് അതുങ്ങൾ ബൈ ബൈ പറഞ്ഞു പോയി. ഇപ്പൊ വീണ്ടും ഈ പറഞ്ഞ പാറ്റകള് രാകേഷ് ടിക്കായത്തിനെ കണ്ടിട്ടുണ്ട്. ഈ രാകേഷ് ടിക്കായത്ത് കർഷക നേതാവാണ്. ഈ രാകേഷ് ടിക്കായത്തിനെ കണ്ട് വീണ്ടും ഒരു സമരത്തിന്റെ ഒരു ഇത് ഉണ്ടായിക്കൊണ്ട് വരും, ഒരു അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു ഇവര്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. FCRനെതിരെ വലിയ രീതിയിലുള്ള ഇത്, കാരണം ഈ ക്രിസ്ത്യൻ സംഘടനകൾ പലതും ഇപ്പോൾ രംഗത്തേക്ക് വരുമ്പോൾ ഇവരെ പിന്തുണച്ചുകൊണ്ട് ജിഹാദികൾ ഒരു വലിയ വിഭാഗം ഇറങ്ങുന്നുണ്ട്. കാരണം അവർക്ക് പെട്ടെന്ന് രംഗത്തേക്ക് എത്താൻ പറ്റില്ല. അവര് ബാക്കിയുള്ള സഹായങ്ങൾ അവരാണ് നൽകുന്നത്. അർബൻ നക്സലുകള് ഈ ജിഹാദി സംഘടനകള്, ഇവര് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും ജിഹാദി സംഘടനകളും ഈ പറയുന്ന ഈ നവസഭക്കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടനകളോട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ നല്ല ബന്ധമുണ്ട്. ഇതെല്ലാം ഒരു ആക്സസ് ആണ്. കാരണം ഈ നക്സലില് ഏറ്റവും കൂടുതൽ ഈ ഛത്തീസ്ഗഡിലും മറ്റുമൊക്കെ നമ്മുടെ ഈ അമിത്ഷായുടെ ഓപ്പറേഷൻ മുമ്പോട്ട് പോയപ്പോൾ അവിടെ നിന്നുള്ള നക്സലുകളെ കാണാനില്ല. പിന്നീട് ആ നക്സലുകളെ എവിടെ നിന്ന് പിടികൂടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജമ്മു കാശ്മീരിൽ ടെറർ ഗ്രൂപ്പിന്റെ കൂടെ നിന്നിട്ട് അവിടെ പണിയെടുത്തോണ്ടിരിക്കുക. അപ്പം ഈ നമ്മൾ പണ്ടും പറയുന്നൊരു കാര്യമുണ്ട്, ഈ ജിഹാദി നക്സൽ ഇങ്ങനെയുള്ള ഈ മത സംഘടനകൾ ഇവർ ചേർന്നിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പൊ ഇവരാണ് ഇതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് കളിക്കുന്നത് എന്നുള്ള ആരോപണം നിലവിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും സോഷ്യൽ മീഡിയയിലും. കാരണം ഈ FCRന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പിന്നെ പോസ്റ്റ് ഇടുന്നതും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതൊക്കെ സുഡാപ്പികൾ പല പേരിൽ വന്നിട്ടാണ്. കാരണം സുഡാപ്പികൾക്ക് ഇവരെ കത്തിച്ചു നിർത്തണം. കാരണം അവർക്കിനി വലിയ വോയിസ് ഇവിടെ ഇല്ല. അപ്പൊ ഇനി അടുത്ത വോയിസ് ഉള്ളത് ഇവർക്കാണ്. അപ്പൊ ഇവരെ കത്തിച്ച് നിർത്തിക്കൊണ്ട് ഇവരുടെ വോയിസ് മാക്സിമം ഇവരെ മുമ്പിൽ നിർത്തുക, പുറകിൽ നിന്ന് അവർ തള്ളിക്കൊടുക്കും. ഇതാണ് നടക്കുന്ന സംഭവം. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ ദുരന്തമാണ്. ഇന്നലെ ശരിയാണ് ധനുഷ് പറഞ്ഞു, ഇന്നലെ ആ ദുരന്തം നടന്നിരുന്നെങ്കിൽ സ്വാഭാവികമായി തന്നെ ഇവിടുത്തെ കൊച്ചു കുട്ടികളടക്കം ആർക്ക് നേരെ ഇതിന്റെ ആരോപണം ഉണ്ടായേനെ? ശ്രീ നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് പറയും. ഇന്നലെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇനിയിപ്പോ നമ്മുടെ ഏവിയേഷൻ മിനിസ്റ്റർ ഉണ്ടല്ലോ, എല്ലാം കൂടെ പുള്ളിയുടെ തലയിൽ വരും. ഇനിയിപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്ത് നടന്നാലും, ഒരു റെയിൽവേ ആക്സിഡന്റ് നടന്നാലും മറ്റു കാര്യങ്ങൾ നടന്നാലും എന്ത് സംഭവം നടന്നാലും അതാത് മിനിസ്റ്റർമാർ രാജിവെക്കണം എന്നുള്ള വലിയ രീതിയിലുള്ള മുറവിളി ഇവർ കൂട്ടും. അതാണ് അവിടെ നടക്കാനായിട്ട് പോകുന്നത്. നമ്മൾ രാവിലെ എണീച്ച് ഈ ഒരു അപകടം കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഞാനും ചേട്ടനും ഒരു ചർച്ചയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചർച്ച ചെയ്യുക? ഇനി അതിന്റെ ബ്ലാക്ക് ബോക്സ് കിട്ടണം, എങ്ങനെ ഇത് ഉണ്ടായതെന്ന് അറിയില്ല, വിമാനത്തിന്റെ എന്തെങ്കിലും കേടുപാടുകളായിരിക്കാം. കുറെ ആൾക്കാർ പറയും ഇത്രയും കേടായിട്ടുള്ള വിമാനങ്ങളാണോ, ഇത്ര വർഷമായില്ലേ ഈ വിമാനം കൊണ്ടുവന്നിട്ട്, ഈ വിമാനങ്ങൾ മാറ്റാൻ മോദിക്ക് സമയം കിട്ടിയില്ലേ, ഏവിയേഷൻ മിനിസ്റ്റർ രാജിവെക്കേണ്ടത്. ഇതും പറഞ്ഞുകൊണ്ട് CJP-കാരന്മാർ കുറെ എണ്ണം അടുത്തത് മറ്റേ AJP എന്ന് പറഞ്ഞ് മറ്റേ എയർഫോഴ്സ് അല്ലെങ്കിൽ എയർലൈൻ ജനതാ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കി അടുത്ത കുറെ ഷോയുമായിട്ട് രംഗത്ത് വരും. നമുക്കൊന്നും ഒരു ഐഡിയയും കിട്ടാത്ത രീതിയിൽ ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എപ്പോഴും വിമാനത്തിന്റെ ആ ഒരു ദുരന്തം നമുക്ക് അറിയില്ലല്ലോ, എന്താ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്ന്. അത് നമുക്ക് ഇപ്പോഴും അറിയില്ല, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അവിടെ ധനുഷ് പറഞ്ഞ ആ പോയിന്റ് കറക്റ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അമിത്ഷാ രാജിവെക്കണം ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. സുഡാപ്പികളാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. അമിത്ഷാ രാജിവെക്കണം എന്ത് സംഭവിക്കണം? ആഭ്യന്തര കലാപം ഉണ്ടാകണം, ആഭ്യന്തര ക്രമസമാധാനം തകരണം. അപ്പൊ അതിനുള്ള പണി ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴേ തന്നെ അമിത്ഷാ രാജിവെക്കണം എന്ന് പറയുന്നത്. പിന്നെ മോദി രാജിവെക്കണം, കാരണം വിമാന ദുരന്തം ഉണ്ടാകും. പിന്നെ ഇനി അശ്വിനി വൈഷ്ണവിനെയാണ് നോട്ടമിട്ടിരിക്കുന്ന അടുത്ത മന്ത്രി. കാരണം എന്താ, മെറ്റയുമായിട്ട് ഇപ്പൊ മൂക്കൊണ്ട് ഇക്ഷ ഇണ്ണ വരപ്പിക്കുന്നത് അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ്. കാരണം മെറ്റയെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഒരു ആഘാതം, ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഒരു അടി അവർക്ക് ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാൻ പറ്റുന്ന അടിയായിരിക്കും. കാരണം മെറ്റയ്ക്ക് ഇന്ത്യ അല്ലാതെ വേറൊരു രാജ്യം അവർക്കില്ല, അവരുടെ കസ്റ്റമേഴ്സ് ആയിട്ടും ഇല്ല, വേറെങ്ങും ഇല്ല. ഇന്ത്യയിൽ നിന്ന് അവർ പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമും പൂട്ടിയിട്ട് സ്വന്തമായിട്ട് സുബർക്ക് ഇരുന്ന് ഈ ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണത്തെ നിവൃത്തിയുള്ളൂ, വേറെ നിവൃത്തിയില്ല. അപ്പൊ അവർക്കുണ്ടാകുന്ന ഒരു പരാജയം ഡീപ് സ്റ്റേറ്റ് ഉണ്ടാകുന്ന ഒരു വലിയ തിരിച്ചടിയായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പൊ ഡീപ് സ്റ്റേറ്റിന്റെ സ്വാധീനം ഈ ഒരു ആക്രമണത്തിന് പിന്നിലുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടൊരു കാര്യമാണ്. രണ്ടാമത്തേത്, ഈ നിർണായക ഘട്ടത്തിൽ ഒരു വലിയ ദുരന്തം ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു. അയാൾ ആ കാണിക്കുന്നതൊക്കെ വെറും അഭ്യാസം മാത്രമാണ്. അവിടെ കോടതി വന്ന് കാണിക്കുന്ന ഷോയാണ്. കാരണം ഒരാൾ മാനസിക രോഗിയാണോ അല്ലെന്ന് അറിയാനുള്ള ഒരുപാട് ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് ഒരുപാട് ലോകം മുന്നേറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ ചോദ്യം ഇതാണ്, ഇത്രയും വലിയൊരു അഭ്യാസം നടന്നിട്ട്, ഇല്ലെങ്കിൽ ഇത്രയും വലിയൊരു എന്താണ് ആക്രമണത്തിന്റെ ആ ഒരു ഇത് നടന്നിട്ട് ഇവിടെ ഒരാളും അത് ചർച്ച ചെയ്യാനില്ല. മോദി രാജിവെക്കണമെന്നുള്ള മുറവിളിയില്ല, വേറൊന്നുമില്ല. അപ്പോഴാണ് നമ്മൾ ഈ വാർത്തയുടെ പിന്നാലെ പോയത്, ഇത് എന്തായിരിക്കും കാരണമെന്ന്. അപ്പോഴാണ് ഈ പേര് കിട്ടുന്നത്. പേര് കിട്ടുമ്പോഴും കുറച്ചുകൂടെ തപ്പി നോക്കി നോർത്തിലെ വല്ലതും ആണോ എന്നറിയാൻ. കാരണം സംഖ്യയാക്കാൻ എളുപ്പമാണ്. നോർത്തിലെ ഏത് പേരുണ്ടെങ്കിലും ഉടനെ തന്നെ സംഖ്യപ്പട്ടം കിട്ടും. അത് സംഖ്യയാണെന്ന് അറിയാൻ ചെന്നപ്പോൾ നമ്മുടെ സുന്ദരമായ പ്രബുദ്ധ കൊച്ചു കേരളത്തിലാണ് ഈ വിദ്വാൻ ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹത്തിന് ഫോട്ടോ കാണിച്ച് നന്നായി.
പലരും ഫോട്ടോ കാണിക്കാൻ തന്നെ മടിക്കും, ഇനി ബ്ലറൊക്കെ ചെയ്ത് കാണിക്കുമെന്ന് അറിയത്തില്ല. ഇതാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തനം. ഏതായാലും ഇത് ജനം അറിയേണ്ടതായിട്ടുണ്ട്, ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ആ ദുരന്തം നടന്നിരുന്നത് ധനുഷ് പറഞ്ഞത് കറക്റ്റാണ്. ഇന്നലെ ആ ദുരന്തം നടന്നിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇന്ന് എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? എത്ര ശോകമുഖമാകും നമ്മുടെ ഈ രാജ്യം? നമ്മുടെ രാജ്യത്തിന് തലയുയർത്തി നിൽക്കാൻ കഴിയുമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നിരുന്നെങ്കിൽ? ധനുഷ് പറഞ്ഞ ശരി, ആദ്യമൊന്നും ഈ പിന്നെ ഇത് തകർക്കുന്നവനെ കുറിച്ചുള്ള വാർത്ത ഇതൊന്നും വരത്തില്ല. നമ്മുടെ മാപ്രകളുടെ സ്വഭാവം അറിയാമല്ലോ. അപ്പോഴേ ഇരുന്ന് എഴുതും പൊട്ടിപ്പൊളിഞ്ഞ വിമാനം, വിമാനത്തിന്റെ ടയർ പൊട്ടി, വിമാനത്തിന്റെ എയർ കയറി. കാരണം ഇവരാണല്ലോ തീരുമാനിക്കുന്നത്. ഇന്നലെ VD സതീശന്റെ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹം ഒരു IT കമ്പനി, അതിന്റെ ഉദ്ഘാടനത്തിന്, അതിന്റെ പേര് എന്താണ്, കഫേ എന്നാണ് അതിന്റെ, ബൈമിയ കോഫി. ഇത് നമ്മുടെ മലയാള മാധ്യമങ്ങൾ ആ വാർത്തയായിട്ട് എടുത്തത് കാപ്പിക്കട ഉദ്ഘാടനത്തിന് VD സതീശൻ പോയെന്നാണ്. ഇതാണ് ഒരു ശരാശരി മലയാള മാപ്രയുടെ ഒരു കോമൺ സെൻസ്. മനഃപൂർവ്വമാണോ അല്ലാതെ അറിവില്ലായ്മയാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ വാർത്ത അവർ ചർച്ച ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വാർത്ത എടുത്തത്. നമ്മുടെ പ്രേക്ഷകരെങ്കിലും കുറഞ്ഞ പക്ഷം ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, മലയാളിയാണ്, അത് അവൻ വരുത്തി വെക്കാനിരുന്ന ദുരന്തം എത്രത്തോളം ഭീകരമായിരുന്നു എന്നുള്ളത് ഈ ചർച്ച കാണുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ ചിന്തിക്കുമായിരിക്കും.